ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നുണ്ടല്ലോ, അതായത് നമ്മൾ യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും എവിടെ നോക്കിയാലും ഇതിൻ്റെ ഒരു ആഡും കാര്യങ്ങളും റീൽസും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സ്കിൻ കെയർ ഹെയർ കെയർ പ്രോഡക്ട്സുകൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള എൻ്റെ ഒരു ഹോണസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മളിന്ന് വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ വൈകണ്ട നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഏതൊക്കെയാണ് ആ പ്രോഡക്ട്സുകൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, നമ്മൾ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സുകളും തന്നെ 500 രൂപേൻ്റെ താഴെയുള്ള പ്രോഡക്ട്സുകളാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാനിങ്ങനെ റാൻഡമായിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ, അങ്ങനെ ഓർഡറായിട്ടൊന്നുമല്ല. എനിക്ക് കയ്യിൽ എന്താ കിട്ടിയെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ അങ്ങനെ 2 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ കെയർ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ സെരാവിയുടെ പ്രൊഡക്റ്റ് കാണിക്കാം. ഈ ഫോമിങ് ക്ലെൻസർ ആണ് കേട്ടോ. സെരാവി എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഇൻ്റർനാഷണലി ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഈ സെരാവിയുടെ തന്നെ മോയ്സ്ചറൈസറും അതേപോലെ തന്നെ ഒരു ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ ഒരു പച്ച കളറിലുള്ള അതും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. ഈ സെരാവി ബ്രാൻഡ് തന്നെ ഭയങ്കര പൊളിയാണ്. നമ്മൾ കുറേ കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നമുക്ക് ഭയങ്കര അതായത് പിമ്പിൾസ്, ആക്നെ അങ്ങനത്തെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ സെരാവി. ഞാൻ അവരുടെ ഈ ഒരു ഫോമിങ് ക്ലെൻസർ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത്. ഇതെനിക്ക് തോന്നുന്നു എനിക്കിതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. മറ്റത് മുഖത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇങ്ങനെ മുഖം കഴുകിയ പോലെ തോന്നില്ല. അങ്ങനെ ഒരു വളവളന്ന് പോലത്തെ ഒരു ഇങ്ങനെ ഫോം ആവാത്ത, അതായത് പതിയൊന്നും വരില്ല, അങ്ങനത്തെ ഉള്ള ഒരു ക്ലെൻസറാണ് ആ പച്ച കളറിലുള്ളത്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓയിലി സ്കിന്നുകാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇത് നല്ലൊരു ക്ലെൻസർ നിങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ ചെറിയ സൈസാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്, വളരെ കുഞ്ഞു സൈസാണിത്. ഇത് ഓൾമോസ്റ്റ് 88 ml ആണ്, അതായത് 100 ml പോലും ഇല്ല. അതിൻ്റെ വില തന്നെ ഓൾമോസ്റ്റ് 440 രൂപ ആ റേഞ്ചാണ്. എനിക്ക് വില ശരിക്കും ഓർമ്മയില്ല കേട്ടോ. ഞാൻ എല്ലാത്തിനും ലിങ്കുകൾ താഴെ കൊടുക്കാം. അടിപൊളിയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല ക്ലെൻസർ നോക്കി നടക്കുകയാണ്, നല്ലപോലെ സ്കിൻ കെയർ ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അതിലൊരു സംശയമില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ സെരാവിയുടെ ഈ ഒരു ക്ലെൻസർ കേട്ടോ. അടുത്തത് ഈ ഫോക്സ്ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ 2 പ്രോഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുമിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തത് ഈ ഒരു ഫോക്സ്ടെയിലിൻ്റെ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി സിറാണ് കേട്ടോ. അതായത് ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അസ്കോബിക് ആസിഡും അതേപോലെ തന്നെ വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുള്ള ഒരു വൈറ്റമിൻ സി സിറാണ് കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക, ഇതിൽ ഇവർ ക്ലെയിം ചെയ്തിരിക്കുന്നത് 5 ദിവസത്തിൽ, അതായത് 5 ദിവസത്തിൽ നമുക്ക് ബ്രൈറ്റൻ ആയിരിക്കും, അതേപോലെ തന്നെ ഗ്ലോ ആയിട്ടുള്ള സ്കിന്ന് കിട്ടുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 3 ദിവസമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നോക്കാം, നമുക്ക് 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ട് എന്താണ് നല്ല ബ്രൈറ്റൻ ആവുമോ എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും യൂസ് ചെയ്തിടത്തോളം എനിക്ക് അങ്ങനെ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അതിലെനിക്ക് ഹാപ്പിയാണ്. കാരണം വൈറ്റമിൻ സി സിറം ഞാൻ എപ്പോൾ യൂസ് ചെയ്താലും എനിക്ക് പിടിക്കാറില്ല. പക്ഷേ ഇത് എനിക്ക് അങ്ങനെ ഇറിറ്റേഷനൊന്നും ഫീൽ ചെയ്യാത്തതുകൊണ്ട് നോക്കാം. എന്തായാലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഇത് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും കുഴപ്പമില്ലാത്തൊരു വൈറ്റമിൻ സി സിറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് എന്താ പറയുക, നമുക്ക് കാലത്തും വൈകുന്നേരമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, വൈറ്റമിൻ സി സിർ ആയതുകൊണ്ട്. പിന്നെ ഇവരുടെ തന്നെ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ, അതായത് ഈ ഫോക്സ്ടെയിലിൻ്റെ ഓവർനൈറ്റ് ഗ്ലോ മാസ്ക്. ഇതും ഭയങ്കര വൈറലായിട്ട് എല്ലായിടത്തും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് ഓവർനൈറ്റിൽ നമുക്ക് ബ്രൈറ്റൻ ആവുമെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എന്തായാലും ഇതിൽ അടങ്ങിയിരിക്കുന്നത് AHA BHA അതേപോലെ തന്നെ പ്രോ വൈറ്റമിൻ B5 ആണ് അടങ്ങിയിരിക്കുന്നത്. എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവുമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ബേസിക്കലി ഇതൊരു എന്താ പറയുക, നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ് അതേപോലെ തന്നെ AHA BHA ഒക്കെ ആണല്ലോ. അപ്പോൾ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു ഗ്ലോ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ആഴ്ചയിൽ 1-2 ദിവസം മാത്രമാണ് ഇത് അവർ അപ്ലൈ ചെയ്യാൻ പറയുന്നത്, അവരുടെ ആ ഒരു ഇൻസ്ട്രക്ഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് വൈറ്റമിൻ സി സിറം കാലത്തും വൈകുന്നേരം അങ്ങനെ നമുക്ക് മാറ്റി യൂസ് ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് ഓവർനൈറ്റ്, അതായത് രാത്രിയിൽ മാത്രം അപ്ലൈ ചെയ്യേണ്ട, ആഴ്ചയിൽ 1-2 ദിവസം മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. എപ്പോഴും നമുക്ക് കൺഫ്യൂഷനാവും. വൈറ്റമിൻ സിയും ഈ ഒരു AHA BHA ഒന്നും ഒരിക്കലും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. ഇത് തന്നെ യൂസ് ചെയ്യുക, ഇത് തന്നെ യൂസ് ചെയ്യുക, ഇതൊരിക്കലും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഈ വൈറ്റമിൻ സി സിറം ഞാൻ 3 ദിവസമാണ് അപ്ലൈ ചെയ്തത്. അതേപോലെ തന്നെ ഈ ഒരു ഫോക്സ്ടെയിലിൻ്റെ ഓവർനൈറ്റ് ഗ്ലോ മാസ്ക് കൂടി ഞാൻ 1 വട്ടമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുവരെ ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് അങ്ങനെ ചില സംഭവങ്ങളൊന്നും എനിക്ക് പിടിക്കാറില്ല. ചില ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അതിൻ്റെ റിയാക്ഷൻ പിറ്റേ ദിവസം കാണിക്കും, അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഇനി എന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ വഴി അപ്ഡേറ്റ് ചെയ്യാം. ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല.
തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും ആ വൈറലായിട്ടുള്ള ഇത്രയും ഹൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ട്രൈ ചെയ്തത് വരയ്ക്കും എനിക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ലാത്തൊരു അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ളൊരു വൈറ്റമിൻ സി സിറം, അതേപോലെ തന്നെ ഒരു AHA BHA അതായത് ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ ഭയങ്കര കുറച്ചും കൂടി മറ്റുള്ള ബ്രാൻഡുകളൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, എല്ലാം 1000-ന് മുകളിലാണ്. അപ്പോൾ അതിന് താഴെയുള്ള ഒരു 500 രൂപേൻ്റെ താഴെയുള്ളതിനൊക്കെ നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഫോക്സ്ടെയിലിൻ്റെ 2 പ്രോഡക്റ്റുകൾ കേട്ടോ. അടുത്തത് ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. വിഷ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന് നിയാസിനമൈഡ് ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ ലൈറ്റ് ആൻഡ് മാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള SPF 50+, PA 4++++ അങ്ങനെ 4+ അടങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ കണ്ടിട്ട് അങ്ങനെ മേടിച്ചതാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ഭയങ്കര ലൈറ്റാണ്, അതിങ്ങനെ വെള്ളം പോലെ ഇരിക്കും. നമ്മൾ സാധാരണ ഇങ്ങനെ കയ്യിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെയല്ല അപ്ലൈ ചെയ്യുക, അങ്ങനെയൊന്നും പറ്റില്ല. ഇത് ഭയങ്കര വെള്ളം പോലെ ഇരിക്കും. ഇത് നമ്മൾ കുറച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ ഇട്ട പോലെ അങ്ങനെ തോന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന പോലെയോ അങ്ങനെയൊക്കെ തോന്നുള്ളൂ. അത്രയും ലൈറ്റാണ്, ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സംഭവം കൊള്ളാം. ആ കൂടി ഇത്ര 300 സംതിങ് മറ്റോ ആണ് ഇതിൻ്റെ വില വന്നത്. അപ്പോൾ എന്തായാലും ഈ പ്രൈസിന് ഇത് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും കാരണം ഒരുപാട്, അതായത് നമുക്ക് ഞാൻ ഇട്ടിട്ട് പോയിട്ടൊന്നും എനിക്ക് അങ്ങനെ ഒരു ഡാർക്ക് ആവുകയെ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല, വേർക്ക് അങ്ങനെയൊന്നും ചെയ്തില്ല. അത് ഞാൻ നോട്ട് ചെയ്തു. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തതും ഈ വിഷ് കെയറിന് തന്നെ ഈ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. അതായത് സൺസ്ക്രീൻ ബോഡി ലോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൺസ്ക്രീൻ ആണ്. ഇതും SPF 50 തന്നെയാണ്. PA 4+, 3+ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ തിക്കാണ്. മറ്റേ ഈ ഒരു സൺസ്ക്രീനിൻ്റെ പോലെ ലൈറ്റ് അല്ല, ഇത് കുറച്ച് തിക്കാണ്. കുറച്ചിങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അങ്ങനത്തെ ഒരു കുറച്ച് തിക്കാണ് ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ 2 വീലറൊക്കെ എടുത്തിട്ട് പോയിട്ട് എനിക്ക് സാധാരണ ഇങ്ങനെ കൈയൊക്കെ വരുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് ടാൻ അടിച്ചിട്ട് വരും. ഇത് ഞാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇട്ടുപോയി. അങ്ങനെ വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ഈ ഒരു സൺസ്ക്രീൻ അത്യാവശ്യം ഈ ഹൈപ്പിനുള്ള പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതുവരെ എന്തായാലും കുഴപ്പമില്ല, ഇനി എന്തായാലും നോക്കാം. അപ്പോൾ ഇത് രണ്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സ്കിൻ കെയറിൽ ലാസ്റ്റത്തെ പ്രൊഡക്റ്റാണ് ഈ ഫോക്സ്ടെയിലിൽ തന്നെ ഈ ഒരു സെറമൈഡ് മോയ്സ്ചറൈസർ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ മേടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ മറ്റ് 2 പ്രോഡക്റ്റുകളും മേടിച്ചത് കേട്ടോ. ഇത് അടിപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ. അതായത് സെറമൈഡ് മോയ്സ്ചറൈസർ നമ്മളുടെ എന്താ പറയുക, ഭയങ്കരമായിട്ട് നമ്മളുടെ സെൻസിറ്റീവ് സ്കിന്നിനും അതേപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാവുന്ന, അതേപോലെ തന്നെ സ്യൂട്ട് ആവുന്ന തരത്തിലുള്ളൊരു മോയ്സ്ചറൈസറാണ് ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലപോലെ നമ്മുടെ സ്കിൻ ഭയങ്കര ലൈറ്റായിട്ട് ഭയങ്കര പ്ലംബി ആയിട്ട് നല്ലപോലെ സ്യൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുമാത്രമല്ല ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. 300 സംതിങ് ആണെന്ന് തോന്നുന്നു. 300 സംതിങ് എത്ര ആണ് ഇതിന് വില വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ മറ്റ് 2 ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു അതായത് മോയ്സ്ചറൈസർ ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയറിലുള്ള ഐറ്റംസ്. ഇനി നമുക്ക് ഹെയർ കെയറിൽ നോക്കാം. ഓക്കെ, അതായത് ഹെയർ കെയറിൽ നമുക്ക് ആദ്യത്തെ ഇത് ഒരു ഷാമ്പൂ ആണ്. അതായത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ അർഗൻ ഓയിൽ ആൻഡ് ലാവൻഡർ, ഇത് ഈ വേരിയൻറ്റിൽ വരുന്ന ഒരു ഷാമ്പൂ ആണ് കേട്ടോ. ഇത് നിങ്ങൾ ഒരുപാട് യൂട്യൂബിലും അതേപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ രണ്ടാമത് വീണ്ടും മേടിച്ചതാണ്. ഇത് എനിക്ക് നല്ല പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഷാമ്പൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സാധാരണ എനിക്ക് മിക്ക ഷാമ്പൂകളും അങ്ങനെ പെട്ടെന്നൊന്നും ഇതാവില്ല, ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ ഇത് നല്ല പോലെ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഷാമ്പൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു സംഭവം. ഒരേ ഒരു പ്രശ്നം മാത്രമാണുള്ളത്, ഈ പാക്കേജിങ്. ഇത് സംഭവം നമുക്ക് വരൂല, എത്ര ഞെക്കിയാലും സംഭവം വരൂല. അപ്പോൾ നല്ലപോലെ ഒരു എന്താ പറയുക, നല്ലപോലെ കുത്തി അങ്ങനെ നമ്മൾ ഓട്ടയിട്ടിട്ടൊക്കെ വേണം സംഭവം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു പാക്കേജിങ്ങിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. സംഭവം നല്ലപോലെ മുടി നല്ലപോലെ നല്ല ഷൈനി ആയിട്ടും ആ ഒരു ഇതൊക്കെ ആയിട്ട് ഇത് ഈ പറയുന്ന പോലെ ഇരിക്കുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എന്താണെങ്കിലും ഇത് കുഴപ്പമില്ലാത്തൊരു ഷാമ്പൂ ആയിട്ട് ആ ഹൈപ്പിനുള്ളത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ മിനിമലിസ്റ്റ് ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സിൽ ഇത്രയും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എനിക്ക് ഇതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അതായത് ഈ ഒരു മാൻഡലിക്
ബോണ്ട് റിപ്പയർ കോംപ്ലക്സ് 0.5% ഹെയർ സിറം ആണ് കേട്ടോ. അതായത് നമ്മൾ സാധാരണ കുളിച്ചിട്ട് അപ്ലൈ ചെയ്യണ ഹെയർ സിറം അല്ല, ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. അതായത് കണ്ടോ, ഞാൻ ഇത് കുറച്ച് ആയി യൂസ് ചെയ്യണു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഭവം. അതായത് എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് യൂസ് ചെയ്തിട്ടൊക്കെ എനിക്ക് കുറച്ചൊരു നല്ല ഒരു ഷൈനി ആയിട്ട്, ആ ഡ്രൈനെസ് എനിക്ക് അത്രയും ഫീൽ ചെയ്യാറില്ല. അത്രയും നല്ല കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ സംഭവം യൂസ് ചെയ്തിട്ടാണ്. അതായത് ഇതെന്താ അറിയോ, നമ്മൾ തലയിൽ എണ്ണ തേക്കൂലേ, അത് നമ്മളെ തലയോട്ടിയിൽ നമ്മൾ എണ്ണ തേക്കുക. അതിനുശേഷം ഞാൻ എന്താ ചെയ്യാറുള്ളത് വെച്ചാൽ തലയോട്ടിയിൽ മാത്രം എണ്ണ തേക്കും. അതിനുശേഷം ഈ ഒരു സിറം നമ്മൾ കുറച്ച് കയ്യിലെടുത്തിട്ട് നമ്മൾ മുടിയിൽ മാത്രം തേക്കുക. 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ ഷാമ്പൂ ഇട്ട് കഴുകി കളയുക. മുടി നല്ല പോലെ, ആ ഡ്രൈനെസ് നിങ്ങൾക്ക് ഭയങ്കര ഫ്രിസി ആയിട്ടുള്ളൊക്കെ മുടിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പോലെ ആ ഫ്രിസ് കംപ്ലീറ്റ് ആയിട്ട് മാറി നല്ല പോലെ മുടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. എനിക്ക് എന്തായാലും പേഴ്സണലി ഇത് നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. സംഭവം 400 എത്ര രൂപയാണ് ഇതിൻ്റെ വില, പക്ഷെ നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഞാൻ കുറേ വട്ടം ഇത് യൂസ് ചെയ്തിട്ട് ഇത്രേ ആയിട്ടുള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാ സംഭവവും ഓക്കെയാണ്, നല്ല മുടിയൊക്കെ സ്മൂത്ത് ആക്കും, ഷൈനി ആക്കും, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഒരേ ഒരു കാര്യം മാത്രമാണ് ഒരു പ്രശ്നമുള്ളത്, ഇതിൻ്റെ സ്മെല്ല്. സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഞാൻ ആ പരിസരത്ത് കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ പറയും, അയ്യോ ഈ ഭാഗത്തേക്ക് വരല്ലേ അമ്മ, ദൂരെ പോകുമെന്ന് പറഞ്ഞിട്ട് മൂക്ക് കുത്തിയിട്ടാണ് അവർ നടക്കുക. അതായത് നല്ല സ്മെല്ല് തന്നെയാണ്, പക്ഷെ ഭയങ്കര, അതായത് നമ്മൾ പെർഫ്യൂമൊക്കെ ഒരു 4-5 വട്ടം അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുത്തല് സ്മെല്ല് ഉണ്ടാവില്ലേ, നല്ല സ്മെല്ലാണെങ്കിലും നല്ല കുറേ വട്ടം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഒരു സ്മെല്ല്, അങ്ങനെ ഒരു സ്മെല്ലാണ്, ഭയങ്കര കുത്തണ സ്മെല്ല്, നമുക്കിങ്ങനെ കിറങ്ങി പോണ സ്മെല്ലാണ്. അത്രയും ഭയങ്കര സ്മെല്ലായിട്ടുള്ള ഒരു സംഭവമാണ്. അത് മാത്രമാണ് എനിക്ക് പിടിക്കാത്തുള്ളൂ. 1 മണിക്കൂർ നമ്മൾ സഹിക്കണം, അങ്ങനെയുള്ളൊരു ഇതുകൊണ്ട് മാത്രം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. സ്മെല്ലൊക്കെ ഭയങ്കര പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തലവേദന എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും ഭയങ്കര ഓവർ പവറിങ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം നോട്ട് ചെയ്യണേ ഈ ഒരു സംഭവത്തിൽ. അടുത്തത് ഈ ഡവ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല മാസ്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡവ് എന്നുള്ള ബ്രാൻഡ് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവരുടെ കുറേ നല്ല പ്രോഡക്ട്സുകളുണ്ട് നമുക്ക്, പക്ഷെ നമ്മൾ ചില പ്രോഡക്ട്സുകൾ നമുക്ക് സ്യൂട്ട് ആവാത്തതുകൊണ്ട് നമ്മൾ പറ്റേ ഒഴിവാക്കണ ഒരു ബ്രാൻഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഡവ്. അതായത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇവരുടെ ബോഡി സ്ക്രബ് ആയിക്കോട്ടെ, ഈ ഹെയർ മാസ്ക് പല വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഒരു ഓറഞ്ച് കളറിലുള്ളത് ആണെന്ന് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നു, അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. അതിപ്പോൾ കിട്ടാനില്ല. ഇങ്ങനെയാണ് എനിക്ക് എല്ലാതും. എനിക്ക് നല്ലപോലെ അങ്ങോട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുമ്പോൾ അത് കിട്ടൂല, അങ്ങനെയുള്ളതാണ്. പക്ഷെ അതേപോലെ തന്നെ ബോഡി ലോഷൻ, അതായത് ലോഷൻ അല്ല, എന്താ പറയുക, ബോഡി ബട്ടർ, അവരുടെ ഒരു കിടിലൊരു സംഭവം ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഹെയർ മാസ്ക് ആണ്. ഇത് ഞാൻ എന്താ പറയുക, കുറേ ബ്രാൻഡിലത്തെ ഹെയർ മാസ്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഷോസ്കോഫ്സ്, അതേപോലെ തന്നെ പിൽഗ്രിം, ഈ ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ്, ഇവരുടെ ഇത്, അങ്ങനെ പല മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഡവിൻ്റെ മാസ്കാണ് എനിക്ക് തോന്നുന്നു നല്ലപോലെ മുടി നല്ലപോലെ എന്താ പറയുക, ഒരു പ്രത്യേക എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ഷാമ്പു മാത്രമാണ് കുറച്ച് പിടിക്കാത്തുള്ളൂ, ബാക്കി എല്ലാ സംഭവങ്ങളും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹെയർ മാസ്ക് ഓക്കെയാണ്. അടുത്തത് നമ്മളുടെ വില്ലു എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ആൻറ്റി ഫ്രിസ് ഹെയർ സിറം ആണ് കേട്ടോ. അതായത് സ്മൂത്ത് ആൻഡ് ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഹെയർ സിറം, നമ്മുടെ നോർമലായിട്ടുള്ള ഹെയർ സിറം. ഇതുണ്ടല്ലോ, ഇതിൻ്റെ ആദ്യം തന്നെ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. അതായത് നമ്മളുടെ കറി ലീവ്സ്, അതായത് നമ്മുടെ കറിവേപ്പിലേണ്ട ഒരു സ്മെല്ലുണ്ട് ഇതിൽ. അതായത് നമ്മളുടെ കറി ലീവ്സാണ് ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു കറി ലീവ്സ് നമ്മൾ അപ്ലൈ ചെയ്യണ സമയത്ത് ആ ഒരു സ്മെല്ല് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ എവിടെ നോക്കിയാൽ പോകണമെന്ന് അറിയില്ല. ഇപ്പം ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നോക്ക്, നല്ല മുടി നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്, നല്ല സ്മൂത്തായിട്ട്, നല്ല എന്താ പറയുക, നല്ല രസത്തിൽ ബൗൺസി ആയിട്ടൊക്കെ നല്ല ഷൈനി ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം ഓക്കെയാണ്. പക്ഷെ എൻ്റെ ഒരു സ്മെല്ല് മാത്രം കുറച്ചൊരു ആ കറി ലീവ്സ്, നമ്മുടെ ആ കറിവേപ്പിലൻ്റെ ഒരു സ്മെല്ല് തുടക്കത്തിൽ മാത്രം ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളൊരു ഇത് ഫീൽ ചെയ്തിട്ടുണ്ട്. സംഭവം എനിക്ക് നല്ലൊരു ഹെയർ സിറമായിട്ട് ഫീൽ ചെയ്തു. ഇത്രയും പ്രോഡക്ട്സുകളാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്ട്സുകൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കൂടി കാണാം.